Hi! So this is our new video and we are gonna introduce a new guy to our Gods on Blasters channel. പുള്ളിയുടെ പേരാണ് നിതിൻ ഗബ്രിയേൽ. This is നിതിൻ ഗബ്രിയേൽ. So നിതിൻ ഗബ്രിയേൽ നിതിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹായ് ഗായ്സ്, എൻ്റെ പേര് നിതിൻ. ഞാനിവിടെ വൈറ്റിലയിൽ തന്നെയാണ് താമസം. ഓക്കെ, എറണാകുളത്ത് തന്നെ ജനിച്ച് വളർന്നതാണ് ഞാൻ. ആൻഡ് കഴിഞ്ഞ 2 സീസണായിട്ട് ഞാൻ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മാച്ചസും കാണാറുണ്ട് വിത്ത് ദം ഒബ്വിയസ്ലി. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഓക്കെ, പറ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് കുറേ നാളായിട്ട് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ മാച്ച് നടക്കുമല്ലോ എന്ന്. ഇന്നലെ ഇവിടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. അപ്പം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റെപ്യൂട്ടഡ് ഫാൻ ക്ലബ്ബായിട്ട് ഞങ്ങൾ ജസ്റ്റ് ചാറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്കും ഈ ഒരു സംശയം ഉന്നയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് മലയാള മനോരമയിൽ നമ്മുടെ ഗ്രൗണ്ടിനെ കുറിച്ച് വന്നായിരുന്നു, കളി നടക്കും എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിനെ കുറിച്ച് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കേരള ഫുട്ബോൾ അസോസിയേഷൻ. നമുക്ക് ആസ് യു നോ, ലൈക്ക് ഐ എം കേരള ഫുട്ബോൾ അസോസിയേഷൻ റെഫറി. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഗ്രൗണ്ട് നമ്മൾ കയറി കണ്ടു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. വീഡിയോ മാത്രം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ പറ്റില്ല. ഇറ്റ്സ് ഓൺലി ഫോർ ദ ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് സ്റ്റഫ് ആൻഡ് ഓൾസോ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, സെക്രട്ടറിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അനിൽ സാറിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വീഡിയോ. If they approve on that and GCDA also approve on that and also the police approve on that, നമുക്ക് എന്തായാലും വീഡിയോ ഇറക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രൗണ്ട് കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗ്രൗണ്ടിനെ കുറിച്ച്? എല്ലാവരുടെയും അഭിപ്രായത്തിൽ നിന്നും വേറിട്ടൊരു അഭിപ്രായമാണ് ഞങ്ങളുടേത്. കാരണം എല്ലാവരും പറയുന്നു ഇത്തവണ കളി നടക്കില്ല. ആദ്യത്തെ കുറേ കളികളെല്ലാം എവേ ടീംസിൻ്റെ മാച്ച് അവിടെ എവേ ടീമിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും കളിയും കാര്യമെന്നെല്ലാം പറയുന്നു. അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്, അതായത് വേണമെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താം, അല്ലെങ്കിൽ കോർപ്പറേഷൻ സ്റ്റേഡിയം നമുക്കുണ്ട്, അവിടെ വെച്ച് നടത്താമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കയറി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 98% കോർട്ട് റെഡിയാണ്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്തോ പാച്ച് വർക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത് അവിടെ ശരിക്കും പിടിക്കാനുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും പക്കയാണ്. പിന്നെ ഒരു ലെയറും കൂടെ കട്ട് ചെയ്യാനുണ്ട്, മുകളിൽ ഒരു പ്രാവശ്യം കൂടെ കട്ട് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യാനുണ്ട്. പിന്നെ അത്ര മാത്രമേ ഉള്ളൂ. അതെന്തായാലും ഈ October 1 നമ്മുടെ October 7 ആദ്യത്തെ കളിക്കുള്ള എന്തായാലും റെഡി ആയി കിട്ടും. വേറെ എവിടെയല്ല, നമ്മുടെ ഇവിടെ വെച്ച് തന്നെയായിരിക്കും കളി. അത് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളതെല്ലാം അതോറിറ്റിയുടെ കയ്യിലാണ്. എങ്കിലും കോൺട്രാക്ടർ പറഞ്ഞതുപോലെ ഡ്രെയിനേജ് ഇഷ്യൂസ് എന്തുകൊണ്ട്? ഡ്രെയിനേജിൽ ഇഷ്യൂസ് അല്ല, അതിൽ അടി കൂടെ ഉള്ള പൈപ്പിംഗ് ഫുൾ ആയിട്ടില്ല. അടി കൂടെ അപ്പോൾ പുള്ളിക്ക് അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കൂടെ ഉള്ള പൈപ്പിംഗ് മാത്രം ടർഫിന് ഒരു ഹമ്പോ ഒന്നും പറ്റരുത് ടർഫിന്. അപ്പം അത് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. ബിക്കോസ് നമ്മുടെ ഒരു മാച്ച് നടക്കുന്നുണ്ട്. ഇപ്പം ISL മാച്ച് നടക്കുന്നില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ വെരി ഈസിലി ആൻഡ് പാച്ച് വർക്ക് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ISL മാച്ച് ഉള്ളപ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. പക്ഷേ ഹീ ഈസ് സോ കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. ലൈക്ക് പുള്ളി പറഞ്ഞാൽ അത് എത്ര ഡേഞ്ചറസ് ആണെങ്കിലും മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ലൈക്ക് വിൽ ഗെറ്റ് 3 to 4 days മാച്ച് ഇല്ലാത്ത ഡേയ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. സോ ആ ഡേയ്സിൽ ഇത് സുഖമായിട്ട് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഇച്ചിരി റിസ്ക് ഫാക്ടറുള്ള സംഭവമാണെന്നാണ് പുള്ളി പറയുന്നത്. ബട്ട് ഹീ സോ കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. നമ്മൾ ആ കാര്യം മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. പുള്ളി കോൺഫിഡൻ്റ് ആണ്, പിന്നെ നമുക്കെന്താ അത് തന്നെ. സോ അതാണ് പറയുന്നുണ്ടായില്ലേ, അവർ സ്റ്റേഡിയത്തിൽ അവരോട് കണ്ടു, സംസാരിച്ചു എന്നൊക്കെ. ബട്ട് ഞങ്ങൾ ഇന്നിപ്പം സംസാരിച്ചുള്ളൂ. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇത് ചെയ്യുന്നത്. ആസ് യു കെൻ സീ സൺ ഈസ് റൈറ്റ് അബവ് us. 2 മണി കഴിഞ്ഞു. സോ ഞങ്ങൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ അനിൽ സാറിനോടൊക്കെ സംസാരിച്ചപ്പോൾ ദേ ആർ ലൈക്ക് പ്രിറ്റി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. അനിൽ സാർ എന്തായാലും ഇവിടെ തന്നെ നടക്കുന്നുള്ള സ്കീമിലാണ് അനിൽ സാറൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് മാച്ച്. നമുക്ക് ഇനി കിക്ക് ഓഫിന് അധികം ആഴ്ചകളില്ല. ഇറ്റ്സ് സൂൺ. ഇറ്റ്സ് ഓൺ 5th, റൈറ്റ്? 5th. So it's അടുത്ത മാച്ച് ഇറ്റ്സ് പ്രിറ്റി സൂൺ. സോ അടുത്ത മാച്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓക്കെ, അടുത്ത മാച്ച് വരുന്നത് കൊൽക്കത്തയായിട്ടാണ്. നമ്മുടെ PSN and ഹ്യൂമേഡനും PSN and Hume is returning back to Kerala. Not Kerala Blasters, against Kerala Blasters. Against Kerala Blasters, but we love them. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
നമ്മൾ ഓൾറെഡി നേരത്തെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും മാച്ചിനെ കുറിച്ച്, നമ്മുടെ അറ്റൻഡൻസിനെ കുറിച്ച്, നമ്മുടെ സ്റ്റേഡിയത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. അറ്റൻഡൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം, സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെയും ഒരു ഇതിൽ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ചവിട്ടി പൊട്ടിച്ചതും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ആയിട്ടില്ല, അത് കളിക്കുന്ന മുമ്പ് ആകുമെന്ന് തോന്നുന്നു. നല്ല അന്തരീക്ഷമാണ്, അത് നമ്മൾ പറയാൻ പറ്റുമല്ലേ. അതെ, നെറ്റിംഗ് കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ ഇവര് വേൾഡ് കപ്പിന് മുമ്പ് ഗാലറി മൊത്തം ബക്കറ്റ് സീറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ അത് കുറെ കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അത് എപ്പോഴാണ് കൃത്യമായിട്ട് അണ്ടർ 17. പക്ഷെ അവര് പക്ഷെ അവര് ISL ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടാ തുടങ്ങുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നത്. സോ അത് പ്രതീക്ഷിക്കേണ്ട വരും. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടുത്തെ വ്യൂവേഴ്സിന്റെ ആ ഒരു strength എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So this time we need to fill the stadium നിറയ്ക്കണം. അവര് സീസൺ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. So if you can buy season ticket and come for the match. പിന്നെ ഒരു പ്രധാന കാര്യം, നിങ്ങൾ കളി കാണാൻ വരുമ്പോൾ കളി കണ്ടിട്ട് പോവുക. സ്റ്റേഡിയത്തിന്റെ മുതലുകൾ നശിപ്പിക്കരുത്. ലൈക്ക് ബാത്റൂമിലെ ഡോറ്, സീറ്റ്, അങ്ങനെ കാര്യങ്ങളെല്ലാം, ബാത്റൂമിലെ ടാപ്പുകള്. കാരണം നമുക്ക് 2017 വേൾഡ് കപ്പ് വരുന്നുണ്ട്, അത് നമുക്ക് ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കേരള ഫുട്ബോൾ അസോസിയേഷനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇതിന്റെ ഇരട്ടി പണിയൊക്കെ വരും. സോ അത് പൊട്ടിക്കാണ്ട് നമ്മൾ എന്തായാലും നോക്കേണ്ടതാണ്. ഫാൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര 100% ഉണ്ട് എങ്കിലും നമ്മുടെ പ്രവർത്തികൾ നമ്മളുടെ ടീമിനെ തന്നെ ബാധിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ടീമിനെ വെച്ചാൽ ഇന്ത്യൻ ടീമിനെയും പിന്നെ നമ്മുടെ സ്റ്റേഡിയത്തെയും നമുക്ക് അണ്ടർ 17 വേൾഡ് കപ്പ് കിട്ടേണ്ട നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. പിന്നെ അല്ലാണ്ട് അതന്നെ. So that is what we wanted to say for this video. It's a short video. We are planning to make one more video in the stadium. So till then, bye. And do subscribe. താഴത്ത് സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും ഞെക്കണം. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് വ്ലോഗ് ചെയ്യുന്നതാണ്. കുറേ പേരെ ഞങ്ങൾ മാച്ച് തുടങ്ങാൻ നേരത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആരെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. പ്ലേയേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. അതിനുള്ള സ്പെഷ്യൽ പെർമിഷൻ കൂടെ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങോട്ടൊരു യാത്ര. സോ പിന്നെ അനിൽ സാറിൻ്റെ കഴിവുകളും ഞങ്ങളുടെ ഹോളിൽ വെച്ച് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നുമുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. If they give us the permission, right to shoot inside. കാരണം അതിപ്പം കുറെ കോൺട്രാക്ട് ഒക്കെ ഐസിൽ നടക്കുന്നുണ്ട്. സോ പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അകത്ത് കയറി വീഡിയോ എടുക്കാൻ ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ബട്ട് ഇന്ന് ഞങ്ങൾ നടന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമല്ലേ. ലൈക്ക് കുറെ പേര് വരുന്നതാണ്. അതെ, ബട്ടൺ ക്യാമറ പോലും നടക്കില്ല. അതുകൊണ്ട് ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് കയറ്റിയത്. സോ അതുവരെയും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കേണ്ടി വരും മേ ബി. ഓക്കെ, till then, bye. This is Nitin, Rooney and Octave signing off. Ciao.